ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ദിലീപേട്ടൻ നായകനെത്തിയ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജനപ്രിയ നായകൻ ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉദയകൃഷ്ണ തിരക്കഥെഴുതി അരുൺ ഗോപി ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ. രാമലീല എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഈ ഒരു കോംബോ ഒരുമിച്ച ചിത്രമായിരുന്നു ബാന്ദ്ര എന്ന് പറഞ്ഞ സിനിമ. വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ടായത്. ദിലീപ്, തമന്ന, ഡിനോ മോറിയ, മമത മോഹൻദാസ്, കലാഭവൻ ഷാജോണ് എന്തെങ്കിലും ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയായിരുന്നു. ഈ ഒരു സിനിമയുടെ ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അജിത് വിനായക ഫിലിംസ് ആയിരുന്നു. എന്തൊക്കെയാണ് ഇവരുടെ തന്നെ ഒരു സിനിമ ഓൾറെഡി പെൻഡിങ് ആണ്, അതായത് മദനോത്സവം എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ഇത് ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പെൻഡിങ്ങാണ്. കാരണം ചിത്രം ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും നടത്താത്തത് തന്നെയാണ് ചിത്രത്തിന് തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്, ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോസ് ആണെന്നാണ്. ആമസോൺ പ്രൈം വീഡിയോസ് ജനുവരി മാസത്തിൽ തന്നെ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. എന്തൊക്കെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കുക. അപ്പം നിങ്ങൾ എത്ര പേരാണ് ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് കണ്ട് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തനും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.